എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ കുറെ ദിവസമായി നമ്മളിപ്പോ എവിടെയെങ്കിലും കറങ്ങാൻ പോകുമ്പോ അവിടത്തെ ഇതല്ലേ, അപ്പൊ ഒരു ഡേ ഇൻ മൈ ലൈഫ്, അതെ, ഒരു വീട്ടിലെ ഒരു ഡേ ക്യാപ്ചർ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ആസ് യു ഓൾ നോ, വിന്റർ ആണ്. രാവിലെ എണീക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു ടാസ്ക് ആണ്. അപ്പൊ ഈവനിങ് ഇൻ അവർ ലൈഫ് എന്നുള്ള രീതിയിൽ ഞാനിപ്പോ ഓൾമോസ്റ്റ് ഷട്ട് ഡൗൺ ചെയ്യാറായി. വർക്ക് ഫ്രം ഹോം ആണ്. മാളു കോളേജിൽ പോയിട്ട് ജസ്റ്റ് വന്നു, ഏട്ടൻ പോയി പിക്ക് ചെയ്യാൻ വന്നു. അപ്പൊ വന്നപ്പോ എന്തോ എനിക്കൊരു സാധനം കൊണ്ടുവന്നു. എന്തായിരുന്നു അത് മാളു? ബ്ലോണ്ടി. എന്താണെന്നും കൂടി പറ. ബ്രൗണി എല്ലാവർക്കും അറിയാലോ, ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ തന്നെ സെയിം വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് അതിനെ ബ്ലോണ്ടി എന്ന് പറയും. എന്ത് സംഭവമായിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സ്പോഞ്ചിയാണ്, പക്ഷെ ഭയങ്കര മധുരമുണ്ട്. സംഭവം കൊള്ളാം. കുറച്ച് ബാക്കിയുള്ളൂ. അതെ, വന്ന വഴിക്ക് മറ്റേ നമ്മള് ചെറുപ്പത്തിലെ സ്കൂളിൽ ആരുടെയും ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ മിഠായി കിട്ടും. അപ്പൊ അതിങ്ങനെ സൂക്ഷിച്ച് കൊണ്ടുവയ്ക്കും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് അത് സിസ്റ്ററിനും അമ്മയ്ക്കൊക്കെ ഒരു മിഠായി, ഒരു എക്ലേസ് ഒക്കെ ആയിരിക്കും, അത് 3 കഷ്ണമൊക്കെ ആക്കിയിട്ട് നമ്മള് ഷെയർ ചെയ്യാറുണ്ട്. എനിക്ക് കഴിക്കാറുണ്ടല്ലോ. അതാണ് എനിക്ക് ഓർമ്മ വന്നത് എന്ന് ഞാൻ പറയായിരുന്നു. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ചെയ്യാറുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈവനിങ് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഞാൻ എന്തായാലും ഷട്ട് ഡൗൺ ചെയ്യാണ്. ഇനി കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇവിടെ ഓരോരുത്തർ ഷട്ട് ഡൗൺ ചെയ്തിട്ട് അടുത്തത് മൊബൈലൊക്കെ നോക്കി ഇങ്ങനെ റെസ്റ്റിംഗ് ഫേസിലാണ്. മാളു സോഫയിൽ TV കാണാനുള്ള പരിപാടി ഞാൻ തോന്നുന്നു. എൻ്റെ പാർസൽ വന്നു തോന്നുന്നു അല്ലേ? ഞാൻ ടീമൂന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഞങ്ങളിതേ ഇവിടെ കുറച്ച് അലങ്കാര പണികളൊക്കെ ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം ഉള്ള ചെറിയ ട്രീയും ലൈറ്റ്സൊക്കെ വെച്ചിട്ട്. ഇത് കണ്ടോ, ഇത് മാളു ഉണ്ടാക്കിയ സ്റ്റാറാണ്, ഹാൻഡ് മെയ്ഡ്. ഉള്ളത് കൊണ്ട് ഞങ്ങൾ തൽക്കാലം ലൈറ്റ്സ് ഇട്ടു. പക്ഷെ കുറച്ചും കൂടിയും എക്സ്ട്രാ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് തുറന്നു നോക്കാം. ഇങ്ങനെ എന്താ പറയുക, കേർട്ടൺ ലൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തൂക്കിയിടാം. അതിൻ്റെ അറ്റത്ത് സ്റ്റാർ. ഇത് പുറത്തിട്ടാലും കുഴപ്പമില്ല, നമുക്ക് പ്ലഗിൽ കുത്തണ്ട, ഇങ്ങനെ ബാറ്ററി ഇട്ടാൽ മതി. ഇതിൽ 3 വേണം. ഡബിള്. ഇതും വേറെ ഇതുപോലത്തെ ഒരു ലൈറ്റാ. ഇതിന്റെ അറ്റത്ത് കണ്ടോ, എന്താ പറയുക, ഇതിന് മറ്റേ സ്നോ ഫ്ലേക്ക് പോലെ സ്റ്റാറും കത്തി. ബേസിക്കലി LED സ്ട്രിപ്സ് ആണ്. ഇത് എവിടെ വെക്കണ്ടേ എന്നുള്ളതല്ലേ, ഫിക്സ് ചെയ്യുമ്പോൾ കാണാം. ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന ലൈറ്റ്സ്. അടിപൊളി, നല്ല രസല്ലേ? നല്ല രസല്ലേ? എനിക്ക് ഇഷ്ടമായി. 4 ബട്ടർഫ്ലൈസ് കണ്ടോ, രാത്രി ബട്ടർഫ്ലൈ ഇങ്ങനെ മിന്നാമിന്നി പോലെ ഉണ്ടാവും. പിന്നെ ഇവിടെ വിൻഡോയിൽ ഓൾറെഡി സാന്റാക്ലോസിൻ്റെ ഒരു ലൈറ്റിൻ്റെ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട്. ഉള്ള ഐറ്റംസ് വെച്ചിട്ട് ഞങ്ങൾ ഓൾറെഡി അവിടെ എവിടെയും കുറച്ച് ലൈറ്റ്സ് ഒക്കെ വെച്ചു. ഇനിയിപ്പോൾ എന്തായാലും 2-3 ആഴ്ചയും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. വരും എല്ലാവരും, നമുക്ക് ബാക്കിയുള്ളതൊക്കെ സെറ്റപ്പ് ചെയ്യാം. ഇങ്ങനെയാണ് ഇത് തുറന്നു കഴിഞ്ഞപ്പോൾ. കാണിച്ചാ നല്ല വീതിയുണ്ട്. അതെ, ഞാൻ ജാക്കറ്റ് എടുക്കട്ടെ. ഇതിൽ മനസ്സിലാവുന്നോണ്ടെന്ന് അറിയില്ല, ഞങ്ങൾ വെറുതെ വെച്ചിട്ടേ ഉള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ചാറുന്നുണ്ട്. അതിനി നാളെ പകലെങ്ങാനും പ്രോപ്പർ ഹുക്സിലിടാം. മതി, നാളെ ചെയ്യാം, മഴച്ചാറിൽ കൊള്ളണ്ട ഏട്ടാ. നാളെ എന്തായാലും സംഭവം നല്ല കളറായിട്ടുണ്ട്. ഇതിന്റെ ബാക്കിൽ ഈ
എന്താ പറയുക ഇങ്ങനെ അഡ്ജസീവ് ഉണ്ട്. ഇതിങ്ങനെ ഊരിയിട്ട് ഇത്ര വരെ ഊരും, എന്നിട്ട് ഇതിങ്ങനെ പേസ്റ്റ് ചെയ്താൽ മതി. ഭയങ്കര ലൈറ്റ് ആയോ? മിന്നിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അടിപൊളി, നല്ല രസമുണ്ട് അല്ലേ? ഡെക്കറേഷനൊക്കെ പകുതിയായപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തൊട്ടടുത്തുള്ള ഹോം ബാർഗൻസിൽ പോവാണ്. ഇവിടെ കണ്ടോ ഞങ്ങൾ ഈ ഗ്രാസിലും കുറച്ചിട്ട് ലൈറ്റ്സൊക്കെ. അപ്പോൾ വേറെ കുറച്ച് ലൈറ്റ്സിലേക്ക് ഇടാനുള്ള ബാറ്ററി ഇല്ല. പിന്നെ പറ്റുകയാണെങ്കിൽ ഈ സ്ട്രീറ്റിലുള്ള ലൈറ്റിങ്സും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ലൈറ്റ്സും റെയിൻഡിയറും സാന്റാക്ലോസൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പറ്റുകയാണെങ്കിൽ അതും കൂടി കാണാം. ആക്ച്വലി ആൾക്കാരൊക്കെ ഡെക്കറേഷനൊക്കെ എന്താ പറയുക ഇട്ട് തുടങ്ങി വരുന്നതേ ഉള്ളൂ. എന്നാലും ഒരുവിധം ആൾക്കാർ കുറേ മുൻകൂട്ടി തന്നെ ഇട്ടിട്ടുണ്ട്. ഹോം ബാർഗൻസ് ജിഞ്ചർ ബ്രെഡും എല്ലായിടത്തും ഇപ്പോൾ ഇതാണ് ഒരു ക്രിസ്മസ് വൈബ്. അത് എന്താ പറയുക UK അല്ലെങ്കിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലൊക്കെ എന്താ പറയുക ദിസ് ടൈം ഓഫ് ദ ഇയർ ആയിരിക്കും ഭയങ്കര ലൈവ്ലിയും അല്ലേ, ഭയങ്കര ഫെസ്റ്റീവ്. കാരണം ക്രിസ്മസ് ആണല്ലോ ഏറ്റവും കൂടുതൽ ഇവിടെ ആഘോഷിക്കപ്പെടുന്നത്. അപ്പോൾ ആരെങ്കിലും ഈ യൂറോപ്പ് സൈഡൊക്കെ കറങ്ങാൻ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് വരികയാണ് ഏറ്റവും നല്ലത്. തണുപ്പ് സഹിക്കണം, അത് ശരിയാണ്. പക്ഷേ തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താ പറയുക നല്ല വൈബ്രൻറ്റും നല്ല ലൈവ്ലിയൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രിസ്മസ് ടൈം തന്നെ ആയിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഡെക്കറേഷനൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഫൈനലി ഇങ്ങനെയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. സ്റ്റാർ, പിന്നെ ഇപ്പോൾ ഈ ഒരു ചെറിയൊരു വാസ് ഇപ്പോൾ മേടിച്ചു. കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി. എന്താ ഒരു ക്രിസ്മസി ലുക്കൊക്കെ ഉണ്ട്. പിന്നെ എന്താ, പിന്നെ ട്രീ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതിൽ ഒരു ലൈറ്റ് ഇട്ടു. സാന്റാക്ലോസ് ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തരാം ആക്ച്വലി, അപ്പോൾ അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. ഇവിടെ ഇങ്ങനെ മിന്നി തിളങ്ങുന്നുണ്ട്. ഇങ്ങനെയാണിപ്പോൾ പുറത്തുനിന്നുള്ള ലുക്ക്. അടിപൊളിയായിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ മോളിലും ഒരു ഫെയറി ലൈറ്റ് പോലെ ഇട്ടു. മറ്റേ സാന്റാക്ലോസ് പിന്നെ ഓൾറെഡി ഉണ്ടായിരുന്നു. ആൾക്കാരൊക്കെ നേരത്തെ ഞാൻ കാണിച്ചല്ലോ പരിസരത്തൊക്കെ ഓരോരുത്തർ ഓരോന്നൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ആളിവിടെ ഇതേ അടിപൊളിയായിട്ട് നല്ലൊരു ആംബിയൻസിൽ TV കണ്ടിരിക്കുക. ഞാൻ ഈ റൂമും കാണിച്ചു തരാം. ഈ റൂം കണ്ടോ, ഇതൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്ന ലൈറ്റ്സാണ്. ഈ ബാക്കിലുള്ള ലൈറ്റ് നമ്മൾ നേരത്തെ LED സ്ട്രിപ്പ് വെച്ചില്ലേ, എനിക്ക് നല്ല ഇഷ്ടമായി. അത് നല്ല ഫീൽ ഉണ്ടല്ലേ മാള്? നല്ല രസമല്ലേ ഇങ്ങനെ സോഫയിലിരുന്ന് ഇങ്ങനെ പുതച്ചു മൂടി ഇരിക്കാൻ. അപ്പോൾ ആക്ച്വലി ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ തുടങ്ങിയപ്പോൾ ഒരു എന്താ പറയുക ഈവനിങ് റുട്ടീൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. പക്ഷെ ആക്ച്വലി ഇതൊരു ഈവനിങ് റുട്ടീൻ എന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ക്രിസ്മസ് ഡെക്കറേഷൻ അതെ, ഈവനിങ് റുട്ടീനിന്ന് മാറിയിട്ട് എന്താ പറയുക ക്രിസ്മസ് ഡെക്കോർ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. മാളു പിന്നെ ഞങ്ങൾ പോയി വന്നപ്പോഴേക്കും വീടൊക്കെ നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു വെരി മച്ച്.
അപ്പോൾ ഇപ്പം എത്ര മണിയായി? ഇപ്പം സമയത്ത് 9:30. 9:30. അപ്പോൾ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വ്ളോഗ്. ഇപ്പോൾ ഡെക്കറേഷൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ എന്ന് ഞങ്ങളുടെ അടുത്ത് പറയണം. എന്തൊക്കെയാണ് നിങ്ങളുടെ ക്രിസ്മസ് വിശേഷം അതൊക്കെ ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം. അപ്പോൾ see you in the next video. Until then, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. until next video, bye Bye. Bye bye.